കയ്യിലൊരു കുപ്പി പാരച്ചൂട്ടുമായിട്ടാണ് പോകാന്നാണ് കേട്ടത്. എവിടെ കണ്ടാലും കുണ്ടന്മാരെ കിട്ടി അപ്പം ഇപ്പം കളിയും. കളീൻ്റെ ആളാ, കുണ്ടംകളിൻ്റെ ആളാണ് അവൻ. ഈ വാണത്തിനെ നിങ്ങൾക്ക് എത്ര പേർക്കറിയാം? ഇതാണ് അഡ്വക്കേറ്റ് കൃഷ്ണരാജ് എന്ന് സംഘികൾ പറയും. നമ്മൾ ഇവനെ വിളിക്കും സംഘിരായപ്പൻ. അതായത് നമ്മുടെ സംഘിരായപ്പൻ എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു നാറി, ഇവൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റുകൾ നിങ്ങൾ എടുത്തു നോക്കണം. അതായത് പക്കാ തീവ്രവാദം, പച്ച സംഘി തീവ്രവാദം അങ്ങനെ പറയാം നമുക്ക്. തനി ഹിന്ദുത്വ എന്നുള്ള രീതിയിലോട്ട് മാത്രം ചിന്തിച്ചിട്ട് ഈ ചെറ്റ സംസാരില്ലേ, അതായത് ഒരു നികൃഷ്ട ജീവി എങ്ങനെ സംസാരിക്കും, അങ്ങനെ സംസാരിക്കുന്ന ഒരു പരമവാണം എന്ന് വേണമെങ്കിൽ നമുക്കിതിനെ പറയാം. ഇവൻ കഴിഞ്ഞ ദിവസം ഒരു പോസ്റ്റ് ഇട്ടു. അതായത് അവൻ്റെ ഫേസ്ബുക്കിൽ അവനൊരു പോസ്റ്റ് ഇട്ടു. അവൻ സ്ഥിരമായിട്ട് എല്ലാ വൃത്തികെട്ട ഇവൻ്റെ ഫേസ്ബുക്ക് പ്രൊഫൈൽ എന്ന് പറഞ്ഞ ഒരു ക്ലോസറ്റ് പോലെയാണ്. ആർക്കും വന്ന് തൂറാം. ഇവൻ ഇടുന്നതും തീട്ടം മാത്രമാണ്, അത് മാത്രമേ അതിൽ കാണാൻ പറ്റുള്ളൂ. അപ്പം കഴിഞ്ഞ ദിവസം ഇട്ടതാണ് നമ്മുടെ ഷെയ്ൻ നിഗത്തിൻ്റെ ഒരു പുതിയ ഫിലിം വരുന്നുണ്ടല്ലോ, നമ്മുടെ ഒരു തമിഴ് മൂവി വരുന്നുണ്ട്, മദ്രാസ്കാരൻ എന്നും പറഞ്ഞിട്ട്. അപ്പം അതിൻ്റെ പോസ്റ്റർ കട്ട് ചെയ്ത് വെച്ചിട്ട് അവൻ അതിൻ്റെ മേലിട്ടതാണ് മദ്രസുകാരൻ. ഇവൻ ഈ മദ്രാസ് എന്നൊക്കെ ഉള്ളത് ഷോർട്ട് ചെയ്ത് മദ്രസ എന്നൊക്കെ പറയുമ്പോൾ ഇവനങ്ങോട്ട് വെകിളി പോകും. ഇവൻ്റെ മറ്റേ ആസനത്തിൽ മറ്റേ ശൂലം കുത്തുന്ന ഫീലാണ് ഇവൻ ഈ മദ്രസ എന്നൊക്കെ കേൾക്കും. മദ്രസ, മുസ്ലിം, ഷെയ്ൻ നിഗം, ഈ മുസ്ലിം നെയിംസ്, അതുപോലെ മുസ്ലിങ്ങളൊക്കെ കാണുമ്പം ഇവൻ്റെ ആസനത്തിൽ ആരോ മറ്റേ സാധനം ശൂലം കയറ്റിയ ഫീലാണ് ഇവൻ ഉണ്ടാവാറ്. അപ്പം ഇവനിത് കണ്ടപ്പം ഇവനങ്ങോട്ട് പൊട്ടി. മദ്രസുകാരനോ? വായിക്കാൻ അത്രയൊക്കെ ബുദ്ധിയും ബോധമൊക്കെ ഉള്ളൂ, വേറെ കാര്യം. സംഖ്യയല്ലേ, ചാണകമാണല്ലോ, അപ്പം അത്രയൊക്കെ വായിക്കാനുള്ള ബോധമുള്ളൂ. ഇവനാകെ പേടിച്ചുപോയി. ഷെയ്ൻ, അതും ഒരു മുസ്ലിം, പണ്ട് എന്താ പറയുക പലസ്തീനൊക്കെ സപ്പോർട്ട് ചെയ്തൊരു മുസ്ലിം, അവൻ്റെ തമിഴ് മൂവി കേട്ടോ, നമ്മുടെ മലയാളം മാത്രമല്ല തമിഴ് മൂവി വരുന്നു, അതും അവൻ അതിലെ ഹീറോ ആയിട്ട്. മദ്രസുകാരൻ. ഈ പരനാറയ്ക്ക് വായിക്കാൻ അറിയില്ല, അത് പോട്ടെ, എന്തായാലും പോട്ടെ. ഞാൻ എൻ്റെ താഴത്തെ അടുത്ത അവൻ്റെ ലൈൻസ് കാണേ. തിയേറ്ററുകളിൽ വെളിച്ചെണ്ണ ഫ്രീ ആയി കിട്ടുന്നതാണ്. എന്നിട്ട് നമ്മുടെ ഉണ്ണി മുകുന്ദൻ ഫിലിംസിൻ്റെ UMFൻ്റെ ഇത് വിട്ടിട്ടുണ്ട്. ഈ തിയേറ്ററുകളിൽ വെളിച്ചെണ്ണ ഫ്രീ ആയി കിട്ടുന്നതാണ്. നമ്മളൊക്കെ തിയേറ്ററിൽ പോയി കഴിഞ്ഞാൽ ഫിലിം കാണും, പോപ്കോൺ വാങ്ങിക്കും, പെപ്സി വാങ്ങിക്കും, കുടിക്കും. ഇവനൊക്കെ തിയേറ്ററിൽ പോയാൽ വെളിച്ചെണ്ണയെ തപ്പാറ്. വല്ല കുണ്ടന്മാരി കിട്ടിക്കഴിഞ്ഞാൽ അവന് ആ തിയേറ്ററിലിട്ട് കളിക്കും. അതാണ്, ആ കളിക്കാൻ ഇവൻ വെളിച്ചെണ്ണയും കൊണ്ടാണ് നോർമലി തിയേറ്ററിൽ പോവാറ്. അപ്പോൾ എന്തോ ഈ ഫിലിം കാണാൻ പോകുമ്പം നമ്മുടെ സംഘിരായപ്പൻ പോകുന്നവർക്കൊക്കെ വെളിച്ചെണ്ണ തരും. അപ്പം കുണ്ടംകളി താല്പര്യമുള്ളവർക്ക് പുള്ളി വെളിച്ചെണ്ണ തരുന്നതായിരിക്കും. ആരും കിട്ടിയില്ലേ പുള്ളി തന്നെ ഒന്ന് കളിക്കും. അതാണ് അതിൻ്റെ ഒരു പരിപാടി. അപ്പം ഇത്തരത്തിലുള്ള പരനാറിത്തരം പോസ്റ്റുകളൊക്കെ ചെയ്യാൻ ഈ പരനാറിക്ക് വല്ലാത്തൊരു താല്പര്യമാണ്. എന്താണ് രായപ്പൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റ് എടുത്തു കഴിഞ്ഞാൽ മൊത്തം ഇങ്ങനത്തെ ചെറ്റ പോസ്റ്റുകൾ മാത്രമേ ഉള്ളൂ, നല്ലതൊന്നുമില്ല. അതിന് കുടുംബമൊക്കെ ഉണ്ടോ ആവോ, ആർക്കറിയാം. എന്താണെങ്കിലും കുടുംബമൊക്കെ ഉണ്ടാവാൻ ചാൻസ് വളരെ കുറവാണ്. ഇമാതിരി ചെറ്റകൾക്കൊക്കെ ഇനി അറിയില്ല, ഇമാതിരി ചെറ്റൊക്കെ കുടുംബം ഉണ്ടെങ്കിൽ ചെറ്റ കുടുംബങ്ങളായിരിക്കും. അപ്പം നമുക്ക് അതിനെപ്പറ്റിയൊന്നും പറയാനറിയില്ല. എന്താണെങ്കിലും ഇവനൊരു വാണമാണെന്ന് ഇവൻ്റെ ഇത്തരം പോസ്റ്റുകൾ കൂടെ നമുക്ക് വ്യക്തമാണ്. ഇവൻ വന്നിരുന്ന് ഇതുപോലത്തെ ചെറ്റത്തരം പറയാൻ വേണ്ടി മാത്രമാണ് ഇവൻ്റെ ഫേസ്ബുക്ക്, ഇവൻ്റെ യൂട്യൂബ്, ഇവൻ്റെ ഇൻസ്റ്റാഗ്രാം ഒക്കെ അവൻ യൂസ് ചെയ്യുന്നത്. അപ്പം പ്രത്യേകിച്ച് ഈ ഷെയ്ൻ നിഗമനെ പോലത്തെ ഒരാളൊക്കെ മലയാളം വിട്ട് തമിഴിലൊക്കെ പോയി നല്ല നല്ല റോൾസ് കിട്ടി, നല്ല നല്ല ക്യാരക്ടേഴ്സ് കിട്ടി, ആൾക്കാരുടെ ഇടയിലൊരു പേര് വരിക എന്ന് പറഞ്ഞാൽ ഇവനൊക്കെ പൊള്ളും. ഇവനായിരുന്നു പണ്ട് ഫഹദ് ഫാസിലും നസ്രിയും മറ്റേ തൃപ്പൂണിത്തറ ക്ഷേത്രത്തിൽ കയറി കേസ് കൊടുത്ത ഒരു മരവണ്ടൻ. അപ്പം എന്താണെങ്കിലും ഇവൻ ഇങ്ങനത്തെ കേസ് അമ്പലം പൊളിക്കുക, ഇതുപോലെ മുസ്ലിങ്ങൾ അവിടെ കയറി ഇവിടെ കയറി എന്ന് പറയാം. പിന്നെ വെളിച്ചെണ്ണ കച്ചവടം, അവൻ്റെ മെയിൻ പരിപാടി വെളിച്ചെണ്ണ കച്ചവടമാണ്. ഇവൻ എവിടെ ചെന്ന് കഴിഞ്ഞാലും കയ്യിലൊരു കുപ്പി പാരച്ചൂട്ടുമായിട്ടാണ് പോകുമെന്നാണ് കേട്ടത്. എവിടെ കണ്ടാലും കുണ്ടന്മാരെ കിട്ടി അപ്പം ഇപ്പം കളിയും. കളീൻ്റെ ആളാ, കുണ്ടംകളിൻ്റെ ആളാണ് ഇവൻ. അപ്പോൾ എവിടെ ചെന്ന് കഴിഞ്ഞാലും ഇവൻ്റെ മെയിൻ പരിപാടി കുണ്ടംകളിയാണ്. അതോ നല്ല രീതിയിൽ ചെയ്യാറുമുണ്ട്. അപ്പം ഇവനെ പോലത്തെ വാണങ്ങളാണ് നമ്മുടെ നാട്ടിലെ സംഘികളുടെ ദൈവങ്ങളായിട്ട്, സംഘികളുടെ വക്കീൽ ഒക്കെ ആയിട്ട് ജീവിച്ചു പോകുന്ന മരവാണങ്ങൾ. അതുകൊണ്ട് തന്നെ ഇവനെ പോലത്തെ വാണങ്ങൾക്ക് ഭയങ്കര പേരാണ് സംഘികളുടെ കൂട്ടത്തിൽ. അങ്ങനത്തെ പോസ്റ്റല്ലേ ഇടുന്നത്. ഇനിയിപ്പം ഈ ഷൈൻ നിഗമിൻ്റെ ഈ തമിഴ് മൂവി എങ്ങാനും അവിടെ ഹിറ്റായി കഴിഞ്ഞാൽ നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ നമ്മുടെ സംഘിരായപ്പനെ സഹിക്കുന്നു? അപ്പം സംഘിരായപ്പൻ അടുത്ത പോസ്റ്റ് ഇടും, ഒരു പാരച്യൂട്ടിൻ്റെ വെളിച്ചെണ്ണയുടെ ഫോട്ടോ വെച്ചിട്ട് പറയും, നിങ്ങൾ എൻ്റെ വീട്ടിൽ വന്നാൽ ഞാൻ നിങ്ങൾക്ക് കളി തരാം, പാരച്യൂട്ടുമായിട്ട് നിങ്ങൾ വരണ്ട, എൻ്റെ കയ്യിൽ സ്റ്റോക്ക് ഉണ്ട് എന്ന്. അങ്ങനെ കുണ്ടന്മാരെ അട്രാക്ട് ചെയ്യാൻ ഒരു പ്രത്യേക കഴിവാണ് നമ്മുടെ സംഘിരായപ്പന്. അത് കഴിഞ്ഞിട്ട്
ഇന്നലെ വേറെ പോസ്റ്റ് വന്നു. ആ പോസ്റ്റ് അതിനൊക്കെ കോമഡി കേട്ടോ. നിങ്ങൾ ഇതാണ് ആ പോസ്റ്റ്. വെളിച്ചെണ്ണ എന്തോ അറിയില്ല, ഈ പഹയന് വെളിച്ചെണ്ണയും ഈ കുണ്ടങ്കളിയും ഭയങ്കര താല്പര്യമുള്ള പരിപാടിയാണ്. അങ്ങനെ ആ വെളിച്ചെണ്ണ താഴത്ത് വെളിച്ചെണ്ണ എന്ന വാക്ക് പറയുമ്പോൾ തന്നെ ഒരു വിഭാഗത്തിന് കുരു പൊട്ടുന്നത് എന്തുകൊണ്ടായിരിക്കും? എന്തായാലും കുരു പൊട്ടിയ ഹലാൽ ഭാഷയുമായി വന്നവരെല്ലാം രാവിലെ തന്നെ ചവിട്ടി പുറത്താക്കി പുണ്യാഹം തളിച്ച് ശുദ്ധമാക്കിയിട്ടുണ്ട് എന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞതല്ലേ. നമ്മുടെ രായപ്പൻ്റെ കയ്യിൽ വെളിച്ചെണ്ണ ഉണ്ട്. നിങ്ങൾക്ക് കളിക്കണമെങ്കിൽ രായപ്പൻ്റെ അടുത്ത് പോയാൽ മതി. രായപ്പൻ വെളിച്ചെണ്ണ ഇട്ട് കളിക്കും. നിങ്ങളാരും വെളിച്ചെണ്ണ കൊണ്ട് പോകാൻ പാടില്ല. നിങ്ങൾ കണ്ടോ രായപ്പൻ താഴത്തിട്ട പന്നിയും കൂട്ടരും? രായപ്പൻ ഏതോ പന്നിപ്പടക്കം പൊട്ടിയിട്ടുണ്ടായ സാധനമാണ്. അപ്പോൾ രായപ്പൻ പന്നിപ്പടക്കം പൊട്ടിയിട്ടുണ്ടാകുമ്പോൾ തന്നെ നിങ്ങൾ എന്തിനാ രായപ്പൻ ഇങ്ങനെ ഈ പന്നിനെ കാണിച്ച് പേടിപ്പിക്കുന്നത്? ആ പടക്കം പൊട്ടിയ സമയത്ത്, രായപ്പൻ ഉണ്ടായ സമയം മുതൽ രായപ്പന് പന്നിനെ കണ്ടാൽ ഹറാമാ. അപ്പോൾ പിന്നെ നിങ്ങളെല്ലാവരും കൂടെ പന്നിൻ്റെ ഫോട്ടോ ഒക്കെ രായപ്പനെ കാണിക്കാൻ പറ്റുമോ? വെളിച്ചെണ്ണ പന്നി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വെളിച്ചെണ്ണ രായപ്പൻ്റെ സ്വന്തം സാധനം, പന്നി എന്ന് പറഞ്ഞാൽ രായപ്പൻ ഉണ്ടായ സാധനം. അത് നിങ്ങൾ മനസ്സിലാക്കണ്ടേ? ആ രീതിയിൽ വേണ്ടേ നിങ്ങളൊക്കെ പോസ്റ്റ് ചെയ്യുമ്പോൾ? അത് പോട്ടെ, കഴിഞ്ഞ് രായപ്പൻ അതുകൊണ്ടൊന്നും അടങ്ങുന്നില്ല. ഇന്ന് വീണ്ടും അടുത്ത പോസ്റ്റ് രായപ്പൻ്റെ, വീണ്ടും വെളിച്ചെണ്ണ. ജനകീയ ആവശ്യം കണക്കിലെടുത്ത് ഹലാൽ വെളിച്ചെണ്ണ വിപണിയിൽ ഇറക്കിയ വിവരം സന്തോഷപൂർവ്വം അറിയിക്കുന്നു. കേട്ടല്ലോ നിങ്ങൾ? ഇനി നിങ്ങൾ രായപ്പൻ, ഞാൻ നിങ്ങളോട് പറഞ്ഞതല്ലേ, നിങ്ങൾ കുണ്ടന്മാർ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, രായപ്പൻ്റെ അടുത്ത് കളിക്കാൻ പോകുമ്പോൾ ഹലാൽ വെളിച്ചെണ്ണ ഇട്ട് കളിക്കും രായപ്പൻ. രായപ്പനിൽ പ്രത്യേക കഴിവുണ്ട്. അല്ലാണ്ട് ലോക്കൽ മറ്റേ ഈ റീയൂസ്ഡ് എണ്ണ ഒന്നും അല്ല രായപ്പൻ എടുക്കാറ്. നല്ല ഹലാൽ പാരച്ചൂട്ട് വെളിച്ചെണ്ണ എടുത്തിട്ടാണ് നമ്മുടെ രായപ്പൻ്റെ കളി മൊത്തം. അപ്പോൾ നമ്മുടെ അഡ്വക്കേറ്റ് കൃഷ്ണരായപ്പൻ്റെ വീട്ടിലോട്ട് നിങ്ങൾ പോകുമ്പം നിങ്ങൾ വെളിച്ചെണ്ണ കൊണ്ടുപോകണ്ട, നിങ്ങൾ നോർമലി ചെന്നാൽ മതി, പുള്ളി എല്ലാം ആയിക്കോളും. നിങ്ങളിങ്ങനെ കുനിഞ്ഞ് നിന്ന് കൊടുത്താൽ മതി, ബാക്കി കളി മൊത്തം രായപ്പൻ കളിച്ചോളും. പോകാൻ നേരത്തെ ഒരു പന്നിക്കുട്ടിനെ നിങ്ങളെ കയ്യിലോട്ട് തരും. അതായത് ഈ രായപ്പനുണ്ടായ പന്നിക്കുട്ടി, രായപ്പൻ ഈ പന്നിപ്പടക്കം പൊട്ടിത്തെറിച്ചുണ്ടായ സമയത്ത് ഉണ്ടായ കുറേ പന്നിക്കുട്ടികൾ രായപ്പൻ്റെ കൂടെ ഉണ്ട്. അതിലൊരു പന്നിനെടുത്ത് രായപ്പൻ നിങ്ങളുടെ കയ്യിലോട്ട് തരും. അപ്പോൾ ഇതെല്ലാം കൂടെ കൊണ്ട് സന്തോഷപൂർവ്വം നിങ്ങൾ രായപ്പൻ്റെ ബാക്കിലൊന്ന് തൊഴുത് ഇങ്ങോട്ട് പോന്നൂല. കേട്ടല്ലോ? ഇതാണ് നമ്മുടെ രായപ്പൻ. ഇങ്ങനെയാണ് രായപ്പന് പന്നി വെളിച്ചെണ്ണ എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര സന്തോഷം നൽകുന്ന കാര്യങ്ങളാണ്. ഫേസ്ബുക്കിൽ എവിടെ നോക്കിയാലും പന്നിയും പാരച്ചൂട്ടും മാത്രമേ രായപ്പൻ്റെ ഫേസ്ബുക്കിലുള്ളൂ. എന്ത് ചെയ്യാനല്ലോ, ഓരോ മരവാണങ്ങളെ വളി വിട്ട് ഇങ്ങനെ ജനിപ്പിച്ച് വിട്ടേക്കും. ഈ രായപ്പൻ്റെ തന്തിയും തള്ളിയൊക്കെ പാവലെ, വളി വിട്ടിട്ടാണോ വല്ല ശുക്ലം തെളിച്ചിട്ടാണോ എങ്ങനെയാണോ അതുണ്ടായത്? എന്താണെങ്കിലും വല്ലാത്തൊരു ഉണ്ടാവലായിപ്പോയി. ഇവന്തുപോലെ വല്ല ഉണ്ടാക്കിയിട്ടുണ്ടോ തമ്പുരാനറിയാം.